ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ മറന്നു പോയാലും ഒരിക്കലും മറന്നു പോകരുതാത്ത രണ്ട് വാക്കുകളുണ്ട്, അല്ലെങ്കിൽ രണ്ട് അക്ഷരങ്ങളുണ്ട്. അതാണ് നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ ആ പവിത്രമായ നാമം. നമുക്കറിയാം, നമ്മളുടെ അമ്മ പലപ്പോഴും അമ്മ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട്, നമ്മളെ കഷ്ടപ്പെടുത്താറുണ്ട്, നമ്മളെ വഴക്ക് പറയാറുണ്ട്. നമ്മളെവിടെയെങ്കിലും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, നീ എവിടെയാണ്, നീ എപ്പോഴാണ് വരുന്നത്, നീ ചായ കുടിച്ചോ, നീ ഭക്ഷണം കഴിച്ചോ, മഴയുണ്ടോ, നീ കുടയെടുത്തിട്ടുണ്ടോ, ഓരോന്ന് പറഞ്ഞിങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒന്നിനും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും നമുക്ക് അരിശം വരുന്നിടം വരെ നമ്മളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു വൈകുന്നേരം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അല്പം വൈകിയാലോ, നീ എവിടെയായി, നീ എപ്പോഴാണ് എത്തുന്നത്, നീ എത്താറായോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ ഓക്കെ അല്ലേ, ബസ് കിട്ടിയോ, അങ്ങനെ പല പല ചോദ്യങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും രാവ് ഏറെ കഴിഞ്ഞിരിക്കും, ഒത്തിരി വൈകിയായിരിക്കും നമ്മൾ വീട്ടിലെത്തുന്നത്. പക്ഷേ നമ്മൾ വീട്ടിലെത്തുമ്പോൾ നമ്മളെ കാത്ത് ഉറങ്ങാതെ ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും, നമ്മുടെ വരവും കാത്ത് നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അമ്മ എന്ന് പറഞ്ഞ ആ പുണ്യം. നമ്മളൊരിക്കലും അമ്മയുള്ളപ്പോൾ നമ്മൾ അമ്മയുടെ ആ സ്നേഹവും മമതയും അമ്മയുടെ വില ഒരിക്കലും നമ്മൾ മനസ്സിലാക്കില്ല. നമ്മൾ അമ്മയുടെ വില, നമുക്ക് അമ്മയെ എപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ ഉള്ള ഒരു പ്രത്യേക ഒരു കാര്യം വെച്ചാൽ, അമ്മമാർക്ക് ഒരിക്കലും കണക്കറിയില്ല. നമ്മൾ അമ്മയോട് ഒരു ഇഡ്ഡലി ചോദിച്ചാൽ അമ്മ നമുക്ക് 2 ഇഡ്ഡലി തരും. അമ്മയോട് നമ്മൾ ഒരു തവി ചോറ് മതി എന്ന് പറഞ്ഞാൽ, അല്പം ചോറ് മതി എന്ന് പറഞ്ഞാൽ അമ്മ 2 തവി ചോറിടും. ഒരു ചപ്പാത്തി മതി എന്ന് പറഞ്ഞാൽ 2 3 ചപ്പാത്തി ഇട്ട് തരും. അമ്മയ്ക്ക് നമ്മളുടെ കാര്യത്തിൽ അമ്മയ്ക്ക് കണക്കറിയില്ല. അങ്ങനെയാണ് അമ്മമാർ നമ്മളുടെ ഓരോ കാര്യങ്ങളിലും നമ്മളോടിങ്ങനെ പെരുമാറുന്നത്. എന്നിട്ട് നമ്മൾ ഈ അമ്മയെ സന്തോഷിപ്പിക്കാറുണ്ടോ? എപ്പോഴും അമ്മയ്ക്ക് നമ്മൾ സങ്കടങ്ങൾ മാത്രമാണ് നൽകുന്നത്. നിങ്ങൾക്കറിയാമോ, ഒരമ്മ എത്രമാത്രം വേദന സഹിച്ചിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന്? ഒരു കൈയുടെ ഒരു എല്ലൊന്ന് ഒടിഞ്ഞു എന്ന് വിചാരിക്കുക. നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് ഒരു എല്ലൊടിഞ്ഞു കഴിയുമ്പോഴേക്കും. നമുക്ക് കൈ തിരിക്കാൻ പറ്റില്ല, മറിക്കാൻ പറ്റില്ല, ഒന്ന് തിരിച്ചാൽ ഭയങ്കരമായ വേദന, നമുക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, സ്വസ്ഥമായിട്ട് സമാധാനത്തോടു കൂടി ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അത്രമാത്രം വേദനയാണ് നമുക്ക് ഒരു ചെറിയ എല്ലൊടിയുമ്പോൾ നമുക്കുണ്ടാവുന്നത്. അപ്പോൾ അതുപോലെയുള്ള 24 എല്ലുകൾ ഒരുമിച്ച് ഒടിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വേദന, എത്ര തീക്ഷ്ണമായ വേദനയായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതില്ലേ? ആ വേദന അതാണ് ഒരു പ്രസവ വേദനയുടെ സമാനമായ വേദനയാണ്. അത്രയും വേദന സഹിച്ചിട്ടാണ് അമ്മ നമ്മളെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചിടുന്നത്. എന്നിട്ട് ഈ ഇത്രയും വേദന അമ്മയ്ക്ക് കൊടുത്തിട്ട് നമ്മളെ ഭൂമിയിലേക്ക് എടുത്തിട്ട് വന്നിട്ട് നമ്മൾ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ അമ്മ നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് നമുക്കൊരു ഉമ്മ തരാറുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു നിർവൃതിയുടേതായിട്ട്